ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അബുദാബി യാസ് ഐലൻഡിലുള്ള സീ വേൾഡിലേക്ക് പോവാണ്. എൻ്റെ ഫാമിലി ഫ്രണ്ട്സും ആയിട്ട്. സീ വേൾഡ് ഒരു മറൈൻ ലൈഫ് തീം പാർക്കാണ്. കഴിഞ്ഞ വർഷമാണ് ഇത് ഓപ്പൺ ആക്കിയത്. ഇത് അനിമൽ റിസർച്ചിങ് ആൻഡ് റെസ്ക്യൂ റീഹാബിലിറ്റേഷൻ സെൻ്റർ ആണ്. നമ്മൾ ഓൺലൈനിൽ കൂടെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. നോർമലി ഒരു അഡൽട്ടിന് 375 ആണ് പ്രൈസ്. നമ്മൾ ഈദ് ഹോളിഡേയ്സിൻ്റെ സമയത്തിൽ പോയപ്പോൾ ഒരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. 4 ടിക്കറ്റ്സ് എടുത്താൽ 3 ടിക്കറ്റ്സിൻ്റെ പൈസ കൊടുത്താൽ മതി. നമ്മൾ എൻട്രൻസിൽ കൂടെ എൻ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു കാർഡ് കിട്ടി. അതിൽ 5 സ്റ്റാമ്പ്സ് അടിക്കണം. ആ സ്റ്റാമ്പ്സ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ പോപ്കോൺ കിട്ടും. സീ വേൾഡിന് ഡിഫറെൻറ്റ് മറൈൻ എൻവയോൺമെൻറ്റ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് അബുദാബി ഓഷനിലാണ്. അവിടെ 4 പൂളായിട്ടുണ്ട്. അവിടെ നമുക്ക് സ്റ്റാർ ഫിഷിനും സ്റ്റിംഗ്റേനും ഷാർക്കിനും ഒക്കെ തൊട്ടും ഫീൽ ചെയ്യാനും പറ്റും കേട്ടോ. സീ വേൾഡിലും ഡെയിലി കുറേ ഷോസ് നടക്കാറുണ്ട്. അതിൻ്റെ എൻട്രൻസിൽ ഞാൻ ഡിസ്പ്ലേ ബോർഡിൽ പ്ലേസും ടൈമും ഉണ്ടാവും. നമ്മൾ ആദ്യം കണ്ട ഷോ ഈ രാഷിദങ്ങളുടെ മാജിക് ഷോ ആണ്. അടിപൊളിയായിരുന്നു, നല്ല ഇൻട്രാക്റ്റീവ് ആയിരുന്നു. പിന്നെ അങ്കിള് എല്ലാ കുട്ടികളെയും കയ്യിലെടുത്തു. അങ്കിളുടെ മാജിക് ഷോ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നടന്നു. എന്നിട്ടൊരു ഗ്ലാസ് ടണൽ ക്രോസ് ചെയ്തിട്ട് നമ്മൾ പോയി. സീ വേൾഡിൽ 8 മറൈൻ എൻവയോൺമെൻറ്റ്സ് ആണുള്ളത്. വൺ ഓഷൻ, അബുദാബി ഓഷൻ, റോക്കി പോയിന്റ്, മൈക്രോ ഓഷൻ, ട്രോപ്പിക്കൽ ഓഷൻ, ആർട്ടിക്, അന്റാർട്ടിക്ക, പിന്നെ എൻഡ്ലെസ് ഓഷൻ. ഇതാണ് ആ 8 എൻവയോൺമെൻറ്റ്സ്. നമ്മൾ ആദ്യം പോയത് പോളാർ ഓഷനിലാണ്. അതിൻ്റെ ഉള്ളിലാണ് ആർട്ടിക്കും അന്റാർട്ടിക്കയും. നമ്മൾ ആദ്യം കയറിയത് അന്റാർട്ടിക്കയിലാണ്. ഇതിൻ്റെ ഉള്ളിലാണ് പെൻഗ്വിൻസ് ഉള്ളത്. ഇതാണ് അവിടുത്തെ പെൻഗ്വിൻ കൂട്ടം. സോ മെനി പെൻഗ്വിൻസ് ഉണ്ട് അവിടെ. കുറച്ചെണ്ണം സ്വിം ചെയ്തോണ്ടും കുറച്ചെണ്ണം കരയിലും നിൽക്കണ്ടേ. ഇവിടെ നല്ല തണുപ്പാ. പിന്നെ നോക്കൂ, പെൻഗ്വിൻസ് ടെമ്പറേച്ചർ 0 to 1 ഡിഗ്രി ആണേ. അവിടെയുള്ള പെൻഗ്വിൻസിൻ്റെ പേര് ജെൻഡു, ചിൻസ്ട്രാപ്പ്, അഡിലി, മക്രോണി, കിങ്, പിന്നെ റോക്കോപ്പ പെൻഗ്വിൻസ് ആണ്. ദാ നോക്കൂ ഫ്രണ്ട്സ്, സീ ഓട്ടർ. അവര് വെള്ളത്തിൽ കൂടെ കളിക്കണ കാണാൻ നല്ല രസാണ്. അടുത്തത് ദാ വാൾറസ്. നമ്മള് വാൾറസിനെ ഫീഡ് ചെയ്യാൻ
വാൾറസിന് ബിഗ് ബോഡിയാണ്. ഈ ആർട്ടിക് ഫോക്സ് ക്യാമഫ്ലാഗ് ആണ്. ഓരോ സീസൺ അനുസരിച്ച് അതിൻ്റെ കളറ് ചെറുതായി ഒന്ന് ചേഞ്ച് ആവണ കാണാൻ പറ്റും കേട്ടോ. ഇതാ കണ്ടില്ലേ, ഒരെണ്ണം വൈറ്റ് ഷെയ്ഡും ഒരെണ്ണം ഗ്രേ ഷെയ്ഡും ആണ്. ഇതാരാന്ന് കണ്ടോ? ഇതാണ് ഫ്ലമിംഗോസ്. ഈ ഫ്ലമിംഗോസ് മൈഗ്രേറ്റിംഗ് ബേർഡ്സാ. ഫ്ലമിംഗോസിനെ കണ്ടു കഴിഞ്ഞ് ഒന്ന് തിരിഞ്ഞോളൂ, അപ്പോഴേക്കും നമുക്ക് വേറെ ഒരു സർപ്രൈസ് കിട്ടി. ഇതേപോലത്തെ ബേർഡ്സിനെയൊക്കെ കാണാൻ പറ്റും. ഇവരൊക്കെ പറന്ന് നടക്കുമ്പോഴാണ് മനസ്സിലായത് ഇവരെ ഒന്നും കൂട്ടിലെത്തിട്ടില്ല. കുറച്ച് ബേർഡ്സൊക്കെ നമ്മുടെ അടുത്തേക്ക് വന്നു കേട്ടോ. ഇവിടെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ പീകോക്ക് ഉണ്ടായിരുന്നു. ഇത് ടോക്കോട്ടൂക്ക എന്നുള്ള ബേർഡാണ്. ഇതിൻ്റെ ബീക്കൊക്കെ കാണാൻ ഭയങ്കര സൂപ്പറാണ്. അവർക്ക് ലിവിങ്ങിന് നല്ലൊരു ഹാബിറ്റാറ്റ് ഉണ്ട്, പിന്നെ അവർക്ക് നല്ല ഫ്രീഡവും ഉണ്ട്. നമ്മൾ മീതെ കയറി നോക്കിയപ്പോൾ അവിടെ ബേർഡ്സിനുള്ള ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോർമലി കാണാത്ത ബേർഡ്സിനെയും സ്പീഷീസിനെയൊക്കെ അവിടെ കണ്ടെത്തും. ഇതുകൊണ്ട് ഒരു ഫുഡൊക്കെ കഴിച്ച് റെഡിയാണത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡോൾഫിൻ ഷോൻ്റെ വിശേഷം കുറിച്ച് കാണാം. ഓക്കെ ബൈ, അടുത്ത വീഡിയോ കാണാം.